ആവും. അപ്പോൾ ദൈവത്തിൻ്റെ ഈ ഒരു ഈ നമ്മളെ മാനുഷികമായ ബലഹീനതകൾ കൂടുതൽ നിൽക്കുമ്പോഴും അതൊന്നും വിലയിരുത്താതെ ദൈവം എപ്പോഴും നമ്മളെ താങ്ങി നിർത്തുന്നുണ്ട്. അങ്ങനെയല്ലേ നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മളെ താങ്ങി നിർത്തുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ സ്വയം നമ്മളെ ഒന്ന് വിലയിരുത്തിയാൽ ദൈവത്തിന് നമുക്കും അറിയാവുന്ന എന്തെല്ലാം കുറവുകൾ നമ്മിലുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ മുൻപാകെ അതെന്തെങ്കിലും ദൈവം ഓർത്തു വയ്ക്കുന്നുണ്ട്. നമ്മളുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ ആവശ്യങ്ങളിൽ, നമ്മുടെ പ്രശ്നങ്ങളിലെല്ലാം ദൈവം ഇടപെട്ട് നമ്മളെ വഴി നടത്തുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫേസസ്, അതായത് ഈ രണ്ട് ഫേസസ് വളരെ, അതായത് ഒരു മനുഷ്യൻ ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറവാണ്. ദൈവം ഒരു ബൈബിളിൽ ഒരു ഭാഗത്ത് ചോദിച്ചിട്ടുണ്ട്, ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എന്നോടുകൂടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുന്നില്ലേ എന്ന് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതുപോലെ തന്നെ വളരെ കുറച്ച് സമയം, അതായത് 1 മണിക്കൂർ പോയിട്ട് ഒരു 10 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓട്ടോമാറ്റിക് മാനുഷിക തലങ്ങളിലേക്ക് മാറുകയാണ്. അപ്പോൾ മനുഷ്യൻ്റെ ബലഹീനതകളെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്കുള്ളപ്പോൾ നമ്മുടെ കുറവുകളും പോരായ്മകളും എല്ലാം അവിടെ നികത്തപ്പെടുകയാണ്. കാരണം ദൈവത്തെ പോലെ പരിപൂർണനായിരിക്കാനായിട്ട് ഒരു മനുഷ്യനും ഈ ലോകത്ത് സാധിക്കില്ല. എത്ര വലിയ പ്രസംഗികനായാലും എത്ര വലിയ പ്രാർത്ഥനാരൂപിയുള്ളവരായാലും ഒരു സമയത്തേക്ക്, അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തേക്ക് നമുക്ക് ആ ഒരു ചൈതന്യത്തിൽ, ആ ഒരു സ്നേഹത്തിലും ജീവിക്കാൻ കഴിയുള്ളൂ. കാരണം പിന്നീട് നമ്മൾ വരുന്ന നമ്മുടെ ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ച് നമ്മുടെ ബിഹേവിയർ, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളനുസരിച്ച് അതെല്ലാം നമ്മളെ മാനുഷിക തലങ്ങളിലേക്ക്, മനുഷ്യൻ്റേതായ ബലഹീനതകളിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യണത്. അപ്പോൾ വളരെ കുറച്ച് സമയം എന്നുള്ളത് ദൈവം നമുക്ക് തന്നെ ഒരു മെസ്സേജസാണ്. അതായത് വളരെ കുറച്ച് സമയം മാത്രമാണ് നമ്മൾ ദൈവത്തിൻ്റെ ചൈതന്യത്തിലും അപ്പോൾ അത് അങ്ങനെ തിരിച്ചറിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആ 1 മണിക്കൂർ എന്നുള്ളത് കൂടുതൽ സമയത്തെ, അതായത് കൂടുതൽ ഇതിലേട്ടാകുമ്പോഴത്തേക്കും നമ്മുടെ പ്രാർത്ഥനാ ജീവിതം വളർന്നുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മാനുഷിക തലങ്ങളിൽ വരുന്ന ബലഹീനതകളും പോരായ്മകളും ദൈവം കണക്കാക്കി എടുക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു ആശ്വാസമാണ് മനുഷ്യനെ സംബന്ധിച്ച്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പകരം വയ്ക്കാനായിട്ട് ഈ ലോകത്ത് മറ്റൊരു ശക്തിക്ക് ദൈവം പരിപൂർണനാണ്. അപ്പോൾ ആ പരിപൂർണനായ ദൈവത്തിനറിയാം മനുഷ്യൻ്റെ ബലഹീനതകൾ ക്ഷമിക്കാനും